പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കള് അങ്ങയോട് കൂടുതൽ അടുത്തിരിക്കുവാനും അങ്ങയോട് വിശ്വസ്തത പുലർത്തുവാനും എപ്പോഴും അങ്ങയിൽ ആശ്രയിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധി വന്നാലും ഏത് തകർച്ചകൾ വന്നാലും കർത്താവേ, അങ്ങയിൽ ഉറച്ചു നിൽക്കാൻ വിശ്വാസത്തിന്റെ വരം നൽകി, പ്രത്യാശയുടെ നിറവ് നൽകി, സ്ഥിരോത്സാഹം നൽകി, സ്ഥിരത നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ചില തകർച്ചകൾ കിടക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേല് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇടപെടണമേ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ ജീവിതത്തില് അങ്ങ് ഇടപെടണമേ കർത്താവേ. എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ എളിമയോട് ചേർന്ന് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദാ കർത്താവേ നിന്റെ ദാസൻ, ദാ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഈ മക്കളും ഇവിടെ കുടുംബങ്ങളും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വലിയ വിഷയം ദാനിയേലിന്റെ സംഭവമാണ്. ദാനിയേൽ പുസ്തകത്തില് 14-ാം അധ്യായത്തില് ദാനിയേലിനെ സിംഹക്കുഴിയില് എറിയുന്ന ഒരു സംഭവം നമുക്കറിയാം. 6 ദിവസം അവൻ സിംഹക്കുഴിയില് കഴിയേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ സിംഹങ്ങൾക്ക് ഒരു തീറ്റയും കൊടുക്കാതെ വിശന്നു വലയുന്ന ആ സിംഹങ്ങളുടെ നടുവില് വിശപ്പോടുകൂടി കഴിയുന്ന ദാനിയേൽ. നമ്മൾക്ക് ജീവിതത്തില് ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, ഒരു തിന്മയ്ക്കും അടിമപ്പെട്ടില്ല, ലോകത്തിന്റെ പിന്നാലെ പോയില്ല, കൂട്ടുകൂടി പോയില്ല, മദ്യപിച്ചില്ല, ഒരു തിന്മയും ചെയ്തില്ല, ദൈവത്തെ മാത്രം ആരാധിച്ചു, ദൈവത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു. എന്നിട്ടും ചില ഗതികേടുകള്, ചില പരാജയങ്ങള്, ചില തകർച്ചകള്, ചില ബന്ധനങ്ങള്, ഇതുപോലെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കിടക്കേണ്ടി വരുന്ന ആരുമില്ല സഹായത്തിന് ഇങ്ങനെയുള്ള അവസ്ഥ. അങ്ങനെ പെട്ട് കിടക്കുമ്പോ അനേകം മക്കള് നിരാശപ്പെട്ട് അതിൽ കിടന്ന് അകപ്പാടെ തകർന്നു പോകുന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ മക്കള് സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞാലും പ്രത്യാശയോടെ അവൻ പഴിക്കാതെ, ദൈവത്തെ വെറുക്കാതെ, ദൈവത്തെ ശപിക്കാതെ അവിടെ കിടക്കുക. ആ സമയത്ത് ദൈവം അവനോർക്ക്, നമ്മൾ പിന്നെ കാണുന്നുണ്ട് ഇവിടെ ഈ ദാനിയേൽ പറയുന്നുണ്ട് 38-ാമത്തെ വചനം, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഒറ്റടിക്കുണ്ടായ സംഭവമില്ല. 6 ദിവസം ഒരു സഹായവും ഇല്ല, ആരും രക്ഷിക്കാൻ പറ്റില്ല. ആ സമയത്ത് 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ഓർത്ത് ഇടപെട്ട് ഹബക്കുക്ക് പ്രവാചകനെ യൂദയായിൽ നിന്ന് ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് വായുവേഗത്തിൽ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് ഈ സിംഹക്കുഴിയില് ഈ ദാനിയേലിന് 6 ദിവസം കഴിഞ്ഞപ്പോ ദൈവം ഭക്ഷണം ഒരുക്കി. ഈ 6 ദിവസവും ദൈവത്തിൽ പ്രത്യാശ വച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഇടപെടും. അവിടുന്ന് സ്നേഹിക്കുന്നവരെ അവിടുന്ന് കൈവിടില്ല, അവിടുന്ന് ഓർക്കും എന്നുള്ള ഉറപ്പോടെ കർത്താവിന്റെ എളിയ ദാസൻ, കർത്താവിന്റെ പ്രിയപ്പെട്ട മകൻ ദാനിയേൽ ആ സിംഹക്കുഴിയില് കഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു പ്രത്യാശ ഇന്ന് ഒത്തിരിയേറെ മക്കള്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി,
ദൈവത്തിന് വേണ്ടി നിന്നു. മറ്റു കൂട്ടുകാരെ പോലെ കറങ്ങാൻ പോയില്ല, അല്ലെങ്കിൽ പബ്ബിൽ പോയില്ല, മദ്യപിക്കാൻ പോയില്ല, ഒന്നിനും പോയില്ല. എന്നിട്ടും തോറ്റുപോയി. എന്നിട്ടും എല്ലാവരും ഉപേക്ഷിച്ചു. എന്നിട്ടും തോറ്റുപോയി. ആകപ്പാടെ പ്രശ്നം. ഇന്ന് ആകപ്പാടെ സിംഹക്കുഴിയില്ല. അങ്ങനെയൊക്കെ വേദനിച്ച് എണ്ണിപ്പറക്കിയിരിക്കുന്നവരുണ്ട്. മക്കളെ, ഇവിടെയാണ് ഈ ദാനിയേലിന്റെ സംഭവം നമ്മൾ ഓർക്കുന്നത്. 3 യുവാക്കന്മാര് ശദ്രാക്കും മേശാക്കും അബദ്നഗോ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. തീച്ചൂളയിൽ അവർ വലിച്ചെറിയപ്പെടുന്നത് വരെ അവരെ സഹായിക്കാൻ ആരും. വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞപ്പോ സ്തുതിപ്പന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ ദൈവം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ഒരിക്കലും സിംഹങ്ങൾക്കോ അഗ്നിക്കോ ഇരയായി കൊടുക്കത്തില്ല. അവിടെയും ഇറങ്ങി വരും. പക്ഷെ ഒരു കാലഘട്ടമുണ്ട്. അതൊരു വിഷമത്തിന്റെയും വേദനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും തിരസ്കരണത്തിന്റെയും പരാജയപ്പെട്ടു പോയി എന്ന തോന്നലിന്റെയും ഒരു കാലഘട്ടമാണ്. പക്ഷേ അതിനും അതിജീവിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തികൾ നാം കാണും. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, സ്ഥിരതയോടെ കർത്താവിൽ കുറിച്ച് നിൽക്കാൻ വേണ്ട കൃപ നമുക്കും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി. ഒത്തിരി മക്കള് എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒന്നിനും പോകാതെ, കറങ്ങാഞ്ഞ ഇതിനൊന്നും പോകാതെ, ദൈവത്തിൽ ആശ്രയില്ല, പള്ളിയിൽ പോയി അടുപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ജപമാല ചൊല്ലി ഒരു കൂട്ടുകെട്ടിനും പോകാതെ നിന്നിട്ടും ഓരോ പ്രശ്നങ്ങളും തകർച്ചകളും വന്നപ്പോ നിരാശപ്പെട്ടു പോയ മക്കൾ ഒത്തിരിയുണ്ട്. ഈ മക്കൾക്കൊക്കെ ദാനിയേലിന്റെ സംഭവം ഒരു വലിയൊരു പ്രചോദനമാകട്ടെ. അവിടെയും കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ചരണപ്പെട്ട് നിൽക്കാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. നമുക്കതിനു വേണ്ടി ദാനിയേലിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന് ദാനിയേലിന്റെ വലിയൊരു അനുഭവവും സംഭവവും ഞങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എപ്പോഴും അങ്ങയിൽ ആശ്രയിക്കുവാനും എപ്പോഴും അങ്ങയിൽ ചരണപ്പെടാനും അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ വിളിക്കുന്നല്ലോ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള വലിയൊരു കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണം. എല്ലാം ചെയ്തിട്ടും പറഞ്ഞ പോലെ അങ്ങയുടെ കൂടെ നിന്ന് ഒരു കൂട്ടുകെട്ടിനും പോയില്ല, എന്നിട്ടും തോറ്റുപോയപ്പോ ഞങ്ങളുടെ മക്കൾ ഒത്തിരിയേറെ നിരാശപ്പെട്ടു പോയ മക്കളുണ്ട്. കർത്താവ്, ഏതവസ്ഥയിലും ദാനിയേലിനെ പോലെ അങ്ങിൽ ആശ്രയിച്ച്, സിംഹക്കുഴിയിലാണെങ്കിലും സിംഹങ്ങൾ ചുറ്റും നിൽക്കുകയാണെങ്കിലും കർത്താവെ, അങ്ങിൽ പ്രത്യാശ വച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഈശോ, ഇപ്പോൾ സിംഹക്കുഴിയിൽ എന്ന പോലെ ഒത്തിരി പ്രതിസന്ധി കഴിയുന്ന മക്കള്, സാമ്പത്തികമായ തകർച്ചയിൽ കഴിയുന്ന മക്കള്, ചില പാപത്തിന്റെ കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന മക്കള്, ലഹരിക്കടിമപ്പെട്ടു പോയ മക്കള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വലിയ സിംഹക്കുഴിയില് സിംഹങ്ങളുടെ നടുവിലെന്ന പോലെ കിടക്കുന്ന മക്കള്, കർത്താവെ, നിരാശപ്പെട്ട് കിടക്കുന്ന മക്കള് ചിലരെങ്കിലും ഉണ്ട്. കർത്താവെ, ഇപ്പോഴും അങ്ങയിൽ പ്രത്യാശ വച്ചിരിക്കുന്ന മക്കളുണ്ട്. ഈ സമയത്തും ഈ അവസ്ഥയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹബക്കൂക്കിനെ അയച്ചതുപോലെ സിംഹക്കുഴിയിലേക്ക്, ഈ സിംഹങ്ങളുടെ നടുവിലേക്ക് കർത്താവെ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനിയേലിന് സിംഹക്കുഴിയിൽ വിരുന്നൊരുക്കിയ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ തകർച്ചയിലും ഞങ്ങളുടെ പ്രതിസന്ധികളിലും അങ്ങ് ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കണമേ. ഞങ്ങളുടെ മക്കൾ വീണ്ടും നിവർന്ന് നിൽക്കട്ടെ. ദാനിയേല് നന്ദി പറഞ്ഞ പോലെ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ആ വലിയ ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങ് പ്രവഹിപ്പിക്കണമേ. കർത്താവേ, ഹബക്കൂക്കിനെ അതിശക്തമായ കരം നീട്ടി വായുവേഗത്തില് സിംഹക്കുഴിയിലേക്ക് കൊണ്ടുവന്നിറക്കി ദാനിയേലിന് ഭക്ഷണം നൽകിയതുപോലെ അതിശക്തമായ ഇടപെടല് ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കാർമൽ ധ്യാന കേന്ദ്രത്തില് അവസാനിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതമായ അഭിഷേകത്താല് എല്ലാ മക്കളും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി
നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവമക്കളെ കുഞ്ഞുമക്കളെയും ദാനിയേൽ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിലൂടെ വലിയ ശക്തി എല്ലാ മക്കളിലേക്കും പ്രകടമാകട്ടെ. സ്വയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.